ഹലോ, ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ മിനി വ്ളോഗാണ്. ഹോസ്പിറ്റൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയതാണ്. എനിക്ക് 4 months കൂടുമ്പം ഡോക്ടർ ഗംഗാധരൻ അങ്കിളിൻ്റെ ചെക്കപ്പ് ഉണ്ട്. അപ്പം ഇപ്രാവശ്യം ഡോക്ടർ കുറച്ച് ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അബ്ഡോമൻ അൾട്രാസൗണ്ട് ചെയ്യണമായിരുന്നു, പിന്നെ എക്സ്റേ ചെസ്റ്റും. അപ്പം അത് ഒരു 8 months കൂടുമ്പോഴേ പറയാറുള്ളൂ. കഴിഞ്ഞ മാസം 4 months മുമ്പ് പോയപ്പം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അൾട്രാസൗണ്ട് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. എക്സ്റേ കഴിഞ്ഞു. പുള്ളിയാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം എടുത്ത എക്സ്റേ, ഇപ്രാവശ്യം എക്സ്റേയും കൂടെ പുള്ളിയുടെ ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുരളീൻ്റെ സമാധാനത്തിന് വേണ്ടി നോക്കുകയെന്ന് തോന്നുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയുണ്ട്. അപ്പോൾ തൊണ്ടയിൽ ചെറിയ നോഡ്സ് അതുകൊണ്ടാണ് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് എക്സ്റേ ചെസ്റ്റ് എടുക്കാനായിട്ട്. മുരളീനെ ഇങ്ങനെ നോക്കുകയാണ് അതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ. പക്ഷേ മുരളീനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായി. ഞാൻ ചോദിച്ചു മുരളീനെ എന്തെങ്കിലും അപ്പോൾ മുരളീനെ ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് വെച്ചു. അപ്പോൾ ഏതായാലും ഡോക്ടർ പറയുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അൾട്രാസൗണ്ട് അബ്ഡോമൻ്റെയും അത് ചെയ്തോട്ടന്നെ ഒരു 5-10 minute റിസൾട്ട് അപ്പം തന്നെ കിട്ടി. അതും കിട്ടി. അതിനകത്ത് പിന്നെ ഫൈൻഡിങ്സ് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ ഏതായാലും ഡോക്ടറെ കണ്ടിട്ട് പറയുമല്ലോ എന്താണെന്ന്. ഡോക്ടറിൻ്റെ റിവ്യൂ ഈ വരുന്ന വെനസ്ഡേ ആണ് വരുന്നത്. എന്നാലും മുരളീൻ്റെ സമാധാനത്തിന് മുരളീൻ്റെ ഇതൊക്കെ എങ്ങനെ നോക്കുന്നതാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിനോട് ചോദിക്കാറില്ല എന്താണെന്ന്, ഞാൻ നോക്കാറുമില്ല. ഞാൻ പിന്നെ ഏതായാലും ഡോക്ടർ കാണുമ്പോൾ പറയുമല്ലോ. ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ അസുഖത്തെ പറ്റി ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഏതായാലും എന്താണെന്നെങ്കിലും ഡോക്ടർ അവിടെ ചെല്ലുമ്പം കാര്യം പറയും. അപ്പോൾ അറിഞ്ഞാൽ മതിയല്ലോ. എപ്പോഴും നമ്മൾ അസുഖത്തെപ്പറ്റി കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കൂടുതൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ ചെന്ന് ക്യാൻറ്റീനിൽ ചെന്ന് ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇടിയപ്പം, എഗ് റോസ്റ്റ്, മുരളിയേട്ടൻ ദോശ, വടയൊക്കെ കഴിച്ചു. ഹാപ്പി ആയിട്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്ന അത്ര ഹാപ്പിനെസ് ഉള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.